ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സൗദി അറേബ്യയിലെ മാൽദീവ്സ് എന്നറിയപ്പെടുന്ന ഉംലിജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കംപ്ലീറ്റ് ഫാമിലി ആയിട്ടാണ്. ആയിഷുണ്ട്, ഇമ്മയുണ്ട്, ഇപ്പയുണ്ട്. ഇപ്പൊ ഫോണിൽ ഫുൾ ടൈം ബിസിയാണ്. പിന്നെ കൊച്ചിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഷെഫി കൂടി നമ്മളെ ബാക്കിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഹോൾ നൈറ്റ് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഒരു ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ജിദ്ദയിൽ ഉംലിജിലേക്ക്. അങ്ങനെ നമ്മൾ എത്തി. നമ്മൾ രാവിലെ ഫ്രഷ് ആയി എഴുന്നേറ്റു. രാവിലെ അവിടെ റൂം എടുത്ത് ഫ്രഷ് ആയി എഴുന്നേറ്റപ്പോൾ ഇപ്പൊ പറയുന്നത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ വരട്ടെ, ഞങ്ങൾ കാണട്ടെ. അങ്ങനെ വന്ന് അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി ഫാം ഹൗസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെ ഫാം ഹൗസിലേക്ക്, അതൊരു പ്രൈവറ്റ് ഫാം ഹൗസ് ആണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അടിപൊളി എന്ന് പറയേണ്ട കിടിലൻ ഫാം ഹൗസ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോ എന്താ പറയാ, ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എന്താ മനസ്സിലൊരു വാവ്. നമ്മള് ജിദ്ദയില് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്, വലിയൊരു കിണർ. ആ കിണറിന്നാണ് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള അവര് ഫാമിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെള്ളം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇപ്പാന്റെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് നന്നായിട്ട് നല്ല അടിപൊളി ഒരു ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഞ്ചിന്റെ കാര്യമാണ് നമ്മളെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഉംലുജിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ടത്, ഉംലുജ് ഇവിടെ ഒരു ഫിഷിന്റെ ഒരു മെയിൻ ഹബ്ബാണ്. ഇവരെ മെയിൻ വരുമാന മാർഗം തന്നെ ഫിഷിംഗ് ആണ്. അപ്പോ ഞങ്ങളെ ലഞ്ച് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വെറൈറ്റി ഫിഷസ്. അത് ഭയങ്കര ടേസ്റ്റ്. എനിക്കതിന് മനസ്സിലായി. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഓരോ ഫിഷിനും വേറെ വേറെ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. അങ്ങനെ ഞങ്ങൾ കുറെ സൊറൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫിഷൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തു. ഒന്നും നോക്കിയില്ല. പിന്നെ ഓല് ഏതായാലും നമ്മളെ നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ നന്നായിട്ടാണ് കഴിച്ചു. ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്ന ഇവർക്ക് എന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരു വലിയ താങ്ക്സ് പറയണം. അങ്ങനെ ഞങ്ങള് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ബോട്ടിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉംലുജിൽ വരുമ്പോൾ നമ്മള് എല്ലാവരും എന്തായാലും മാക്സിമം വരുന്നത് ബോട്ടിങ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രീ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ താഴെ പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അയക്ക് വിളിക്കുക. അയക്ക് വിളിച്ചിട്ട് അയാളോട് നിങ്ങൾ ഇക്കാമിയും കാര്യങ്ങളും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമുക്ക് ബുക്കിംഗ് എല്ലാം ഓക്കെ ആക്കി തരും. ബുക്കിംഗ് ഓക്കെ ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ഗവൺമെന്റ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആവും, കാരണം അവരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളീ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പോകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 2 ഫാമിലിയും കാര്യമില്ല, അവര് നമുക്ക് ഒരു ഡിസ്കൗണ്ട് എടുക്കാം. അപ്പൊ ഈ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ ഭയങ്കര കൂളാണ്. നമ്മളെ പല സ്ഥലത്തു കൂടി കൊണ്ടുപോകും. നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ അവർ നിർത്തി തരും. നമുക്ക് അവിടെ സ്വിം ചെയ്യാം, നമുക്ക് ഇനി പാട്ടക്കെട്ട് ഡാൻസ് ഒക്കെ കളിക്കാം. അടിപൊളിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നസീബ് ഉണ്ടെങ്കിൽ എന്നോട് സൗദി പറഞ്ഞ അയാളിനോട് പറഞ്ഞത് നിങ്ങൾക്ക് നസീബില്ല. നസീബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോൾഫിനെ കാണാം. ഞങ്ങൾക്ക് നസീബില്ല, ഞങ്ങളെ ബാഡ് ലക്ക്. ആമനെ കണ്ടു അല്ലേ, വലിയൊരു ആമ. അടിപൊളിയായിരുന്നു ആമനെ കാണാൻ. എന്തായാലും നമ്മളെ ആമനെ ലൈവായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എന്തോ പോലെയായിരുന്നു. നമ്മളൊരു 3 മണിക്കൂർ ആ ബോട്ടിങ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫീലിംഗ് എനിക്ക് എന്തായാലും നിങ്ങളെടുത്ത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പേഴ്സണലി ഫീൽ ആയതാണ് ഒരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം നമുക്ക് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 3 hours അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ നമുക്കൊരു കടലിന്റെ ഒരു ഭാഗം അവർ നമുക്ക് തരികയാണ്. നമ്മളെ ഫ്രീ ആക്സസ് ആക്കി തരികയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കരുതിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോ നിങ്ങളൊക്കെ ടൈം ഉണ്ടെങ്കിൽ പോവുക. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ തേഴ്സ്ഡേ പോയി കഴിഞ്ഞാൽ ഫ്രൈഡേ റിട്ടേൺ വരാവുന്നതാണ്.
the problem? Why? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സൗദിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ബൈ ബൈ.